ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ എണീറ്റു, ബ്രഷൊക്കെ ചെയ്തു. ഇനി ഞാൻ ഇന്ന് എക്സസൈസ് ചെയ്യാൻ പോകാം രാവിലെ തന്നെ. ബിക്കോസ് ഇന്ന് എനിക്ക് ഈവനിങ് വെൽഫെയറിന് പോകണം. അത് കഴിഞ്ഞിട്ട് ഇന്ന് പാലപ്പം ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ ആദ്യം 1 hour മുന്നേ ദീദി വരുന്നുണ്ട്. 1 hour മുന്നേ ഞാൻ ബാറ്ററി സെറ്റാക്കി വെക്കണം. സോ യാ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് ഞാൻ കാർട്ടൺസൊക്കെ പോക്കട്ടെ. വെളിച്ചം. സോ എനിക്ക് പൊടിപ്പിക്കാനൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ റെഡിമെയ്ഡാണ് പുട്ടുപൊടി. എന്ത് പൊടിയാണെങ്കിലും ഞാൻ റെഡിമെയ്ഡ് ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. സോ പാലപ്പം പൊടി ഞാൻ റെഡിമെയ്ഡ് ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഇത് മെല്ലെ അവിടെ തന്ന ഇൻസ്ട്രക്ഷൻസ് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്തത്. ഒരു കപ്പ് പൊടി എടുത്തിട്ട് അതിൽ എത്ര പാല് ചേർക്കാൻ അത്ര പാല് ചേർത്തി, പിന്നെ ഉപ്പിട്ട്, പിന്നെ അത് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തിട്ട് അത് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ച്. അവിടെ പറഞ്ഞത് 1.5 hours ആയിരുന്നു. അപ്പോൾ എന്തായാലും 8-8:30 ഉണ്ടാക്കാനാണ്. ഞാൻ 6 മണിക്ക് എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ശരിയുള്ള ടൈമിൽ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ച്. അത് കഴിഞ്ഞിട്ട് ഞാൻ മെല്ലെ പോയി എൻ്റെ എക്സസൈസ് ചെയ്ത്. എക്സസൈസ് നമ്മൾ നോർമൽ ഡെയിലി ചെയ്യുന്ന പോലെ തന്നെ സെയിം എക്സസൈസാണ് ചെയ്തത്. ഞാൻ ഒരു യൂട്യൂബ് പേജ് ഫോളോ ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ ഡെയിലി ചെയ്യാറ്. യോഗ, വേറൊരു ക്ലോറ്റിങ്ങിൻ്റെ വേറൊരു 11 minutes ആകുന്നു. 11 minutes. ഞാൻ 6 വെച്ചത് 7 ആയി. അപ്പം വെള്ളപ്പം ആയിട്ടുണ്ടാവും. അപ്പോൾ യാ, കുറച്ച് പ്രാർത്ഥിച്ചിട്ട് വരാം. ഇനി നമ്മൾ യൂഷ്വൽ നമ്മളെ ജീര ആൻഡ് മേഥിൻ്റെ വെള്ളം റെഡി ആയിക്കൊണ്ടിരിക്കുക. സോ സ്കിൻ കെയറിൽ മോർണിംഗ് ഞാൻ മിനിമലിസ്റ്റിൻ്റെ നയസിനമൈഡ് ആണ് ഇടാറ്. പിന്നെ ഒരു മോയ്സ്ചറൈസർ, ഒരു സൺസ്ക്രീനാണ് ഇടാറ്. അപ്പം പിന്നെ നൈറ്റിൽ ആൽഫ ബ്യൂട്ടിൻ ആണ് ഇടാറ്. ഇത് നല്ല ചേഞ്ചസ് ഉണ്ടായിരുന്നു ഇത് ഇടാൻ തുടങ്ങിയപ്പം. ആഫ്റ്റർ മാരേജാണ് ഞാൻ ഇടാൻ തുടങ്ങിയത്. അപ്പം നല്ല ചേഞ്ചസ് ഉണ്ടായിരുന്നു. എൻ്റെ സ്കിന്ന് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആരെയോ കണ്ണ് തട്ടിയിട്ട് ഇപ്പോൾ ഫുൾ പിമ്പിൾസ് വന്ന് ഈ പുതിയ സ്റ്റേഷനിൽ വന്നപ്പോൾ. ഇത് ചെറിയ ഡബ്ബയാണ് ഞാനിപ്പോൾ എടുത്തത്. വലിയ ഡബ്ബ ഉണ്ടായിരുന്നു, പക്ഷെ ചെറിയ തീർന്നിട്ടില്ല. അപ്പം ആദ്യം ഞാൻ വിചാരിച്ചു ഇത് തീർന്നിട്ട് മറ്റേ വലുത് എടുക്കാമെന്ന്. മറ്റേ വലുത് ഞാൻ എവിടെ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പം സൺസ്ക്രീനും BB ക്രീമും മിക്സ് ചെയ്തിട്ടാണ് എടുക്കാറ്. അപ്പോൾ ഇത് നല്ലൊരു സൺസ്ക്രീൻ ആട്ടോ, എനിക്ക് ശരിക്കും ഇഷ്ടമായി. പിന്നെ ഞാൻ പോയിട്ട് അവിടെ ചൂടുവെള്ളത്തിൽ എടുക്കാൻ പോവുമായിരുന്നു എൻ്റെ ജീര പാനി. പക്ഷെ ഞാൻ ചൂടുവെള്ളം ഗ്ലാസ്സിലിട്ടപ്പോൾ അത് ഗ്ലാസ് പൊട്ടിപ്പോയി. പക്ഷേ ഇത് സ്ട്രോങ് ഗ്ലാസ് ആയതുകൊണ്ട് ഇത് പൊട്ടിയിട്ടില്ല. ഞാൻ എൻ്റെ സ്കിന്ന് കാണിക്കുക, അത്രയും പിമ്പിൾസ് വന്നിട്ടുണ്ട്. എന്താ അറിയില്ല, ഇപ്പം ഭയങ്കര പിമ്പിൾസ് വന്ന്. ക്ലൈമറ്റിൻ്റെ ആണോ സ്ഥലം ഞാൻ മാറിയിട്ടാണോ പക്ഷെ അറിയില്ല. അംബാലയിൽ ഞാൻ പക്ഷെ 9th 10th നിന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും ഇങ്ങനെ ആയിട്ടില്ല. പിന്നെ ഞാൻ ലോഗിൻ ചെയ്ത് ഞാൻ എൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒരു 10 o'clock ഞാൻ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മളെടുത്ത് ഇവിടെ വെള്ളാപ്പ് ഉണ്ട്, കുറേ വെള്ളാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് നല്ലോണം. ഞാൻ പഠിപ്പിച്ചെടുത്തതാ. അത് കഴിഞ്ഞിട്ട് ഒരു ബുൾസൈ, ചെറിയൊരു ബുൾസൈ, പിന്നെ മുട്ടക്കറി. അപ്പം ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. സോ അങ്ങനെ എൻ്റെ ABC ജ്യൂസ് റെഡിയായി കിടക്കുന്നു. കൊണ്ടാണ് കഴിക്കാൻ പോകുന്നത്. കുറച്ചുകൂടി ഒന്ന് വിശന്നപ്പോൾ ഞാൻ പണിയെടുത്തുകൊണ്ടിരുന്നപ്പോൾ വിശന്നപ്പം ഞാൻ ആപ്പിൾ കഴിക്കാൻ പോവാം. സോ എൻ്റെ ഇന്നത്തെ ലഞ്ചാണ് സാമ്പാർ, ചോറ്, കൊണ്ടാട്ട മുളക്, പിന്നെ രാവിലത്തെ മുട്ട. മിഥുന് ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കിയത്. സോ ഞാൻ മുട്ട കഴിച്ചു. അങ്ങനെ ഗാർഡൻ സ്പേസ് ഏരിയ ആണ്. അപ്പം ഇതിലെന്തെങ്കിലുമൊക്കെ ചെയ്യണം. ബിക്കോസ് കുറേ ഏരിയ ഉണ്ട് ഇവിടെ ബാക്കിലൊക്കെ. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതിനോണ്ട് ഒരു ഗാർഡനർ വന്നിട്ടുണ്ട്. അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക എന്തൊക്കെ പൂവ്, വെജിറ്റബിൾസൊക്കെ ആക്കണം എന്ന്. അപ്പോൾ നമുക്ക് ആക്ച്വലി കുറേ സ്പേസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കായിരുന്നു എന്തൊക്കെ ഇടണം. അനാറും ഉണ്ട്. അപ്പോൾ ഇത് എപ്പോഴായിരിക്കും വലുതാവുക, ഇവിടുന്ന് പറിച്ചിട്ട് അനാറ് കഴിക്കുക. അപ്പോൾ ഇന്ന് എനിക്ക് വെൽഫെയറും പോകാണ്ടായിരുന്നു കേട്ടോ. ഞാൻ ലേറ്റാണ് ഇപ്പോൾ തന്നെ. ഇതാ സാരി ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, എല്ലാ സാധനവും എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ അണ്ടർസ്കേർട്ട് കാണുന്നില്ലായിരുന്നു, അതാണ് ഞാൻ ഇത്ര ലേറ്റ് ആയി പോയത്. അപ്പോൾ ഞാൻ വേഗം പോയി. അപ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. ബിക്കോസ് എൻ്റെ ആദ്യത്തെ സാരി എനിക്ക് ഇടാൻ പറ്റൂല. ആകെ ഇത് സാരി മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ ഒന്നും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പെറ്റിക്കോട്ട് കിട്ടുന്നില്ല. അത് വേഗം അത് കണ്ടുപിടിച്ച് പിന്നെ വേഗം തന്നെ ഞാൻ റെഡിയായി. ഗൈസ്, ഞാൻ തിരിച്ചു വന്നു. ഞാൻ വെരി 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 ടയേർഡ്. 7:30 ആയി. ഇനി വാക്കിന് പോകണോ എന്താ ചെയ്യണോ വിചാരിച്ചിട്ട് ഇരിക്കുകയാണ്. എന്തായാലും എക്സസൈസ് ചെയ്തതാണ്, നോക്കട്ടെ. അപ്പോൾ എന്തായാലും എൻ്റെ 2K സ്റ്റെപ്സ് ആയാലോ വിചാരിച്ചിട്ട് ഐ വാസ് വെരി ടയർഡ്. 9 o'clock ആയി. പിന്നെ ഞാൻ പോയിട്ടില്ല. ഞാനിത് സാലഡ്, ഒരു
നല്ല സാലഡ് എനിക്ക് യൂട്യൂബിൽ നിന്ന് ഞാൻ റെസിപ്പി കണ്ടിട്ടോ, സാലഡും കേർഡും പിന്നെ കുറേ മസാലയും കുറേ സാധനങ്ങളും മിക്സ് ആക്കിയിട്ട് ബോയിൽഡ് കോൺ ഇല്ലായിരുന്നു, അത് ഞാൻ നാളെ വാങ്ങിപ്പിക്കാൻ വിചാരിക്കാം. അപ്പം നല്ല ഇതന്നെ ആക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിനെ ഞാൻ വേറെ ഒരു വീഡിയോ തന്നെ ഉണ്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്യുക. ഇത് കേർഡിൽ കുറേ വേറെ എന്താ പറയുക ചില്ലി ഫ്ലേക്സും അതും ഇതും ഒക്കെ മിക്സ് ചെയ്തിട്ട് എനിക്ക് ശരിക്കും നല്ല ഇഷ്ടമായിട്ടോ. ഇനി ഞാൻ ഇത് ഉണ്ടാക്കുന്നതായിരിക്കും കുറേയൊക്കെ. അപ്പം അങ്ങനെ ഞാൻ ഡിന്നറൊക്കെ കഴിച്ചു, ഒക്കെ കഴിഞ്ഞു. ഇന്ന് ഞാൻ ഭയങ്കര ടയേർഡാണ്. ഞാൻ എല്ലാ സാധനവും അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്നുണ്ട്, ബിക്കോസ് ഞാൻ വെൽഫെയറിന് പോയതുകൊണ്ട് കുറേ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും വേഗത്തിൽ ഞാൻ ചെരുപ്പും അവിടെ ഇതെടുത്ത് അതെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുക. അപ്പോൾ ഞാൻ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല. ഐ എം വെരി ടയേർഡ്. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് വെള്ളമായി. ജസ്റ്റ് വാക്ക് ചെയ്തിട്ടില്ല. ഞാൻ വാക്ക് ചെയ്യുന്നത് 6000 സ്റ്റെപ്സ് ആയിരുന്നു വിചാരിച്ചത്, പക്ഷേ അത് ആയിട്ടില്ല, ബിക്കോസ് ഞാൻ വന്നിട്ട് പോയിട്ടില്ല. 9:30 പോയിട്ടൊരു കാര്യമില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ ഭയങ്കര ടയേർഡ്. ഇപ്പോൾ കറക്റ്റ് 10:30 ആയി. ഞാൻ എന്തായാലും ഒരു 11 o'clock ആകുമ്പോഴത്തേക്ക് ബെഡിലായിരിക്കും. ഞാൻ പോയി ഇന്ന് മുഖമൊക്കെ കഴുകി ഫ്രഷനപ്പായി മുഖത്തിൽ ക്രീമൊക്കെ തേച്ച്. സോ ഐ ഗോ ആൻഡ് സ്ലീപ്പ്. ഐ എം വെരി ടയേർഡ്. സോ ബൈ, ഗുഡ് നൈറ്റ്.